ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച് റോഡ് നന്നാക്കാതെ ആയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മുള്ളൂർക്കര സ്വദേശികൾ. 9-ാം വാർഡിലെ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നൽകാത്ത പരാതികളോ മുട്ടാത്ത വാതിലുകളോ ഇല്ല. വിഷയത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് മുള്ളൂർക്കര നിവാസികൾ. ആശ്വാസമാകുമെന്ന് കരുതിയ പദ്ധതി, പക്ഷേ അത് യാഥാർത്ഥ്യമായപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായ നാടാണിത്. 250-ലേറെ കുടുംബങ്ങളാണ് ആ ദുരിതം പേറി ഇവിടെ കഴിയുന്നത്. 9-ാം വാർഡിലെ കോളനി റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് പോയെന്നേ, കുണ്ടും കുഴിയാണ് ഇന്ന്. താനിയം കാട് പോയൊന്നു വന്നാൽ നട്ടെല്ലൊടിഞ്ഞു പോകും. ഇന്തല്ലോ ബോൾട്ടും അഴിഞ്ഞു പോയിടും, നട്ടും അഴിഞ്ഞു പോയിടും. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് കോയ എന്നാണ്. എല്ലാവരും കോയക്ക എന്നാണ് വിളിക്കുക. ഞാൻ ഈ റോഡിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതായത് ആളുകളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. റോഡിൻ്റെ സ്ഥിതി ഇതാണ്. ഈ പോകുന്ന റോഡിൻ്റെ സ്ഥിതി കണ്ടാലറിയാം, വളരെ അപകടകരമായ യാത്രയാണ് ശരിക്കും ഈ വഴി കൂടെ പോകുമ്പോൾ. കാരണം വണ്ടി കുലുങ്ങാതെ ഒരിക്കലും ഈ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. യാത്രക്കാർ പലരും പല അസുഖമുള്ളവരാണ്, നടുവേദന, ഗർഭിണികൾ, അങ്ങനെ ഒരുപാട് പേര് ഈ റോഡിലൂടെ പോകാറുണ്ട്. എന്നോട് പറയാറുണ്ട്, ഇത് കോയക്ക 10 മാസം തികയില്ല, ചിലപ്പോൾ 8-ാം മാസം പ്രസവിക്കും. എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ? എന്താണ് ഇങ്ങനെയൊക്കെ ഇതിൽ ഈ റോഡ് നേരാക്കാത്തത് പഞ്ചായത്ത്? രണ്ടു വർഷം മുൻപ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടുന്നതിന് വേണ്ടിയാണ് മുള്ളൂർക്കര പഞ്ചായത്ത് 9-ാം വാർഡിലെ താന്നിയംകാട് റോഡ് വെട്ടിപ്പൊളിച്ചത്. പിന്നീട് റോഡ് നന്നാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഇപ്പോൾ തീർത്തും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. മഴ എന്ന് പറയുന്നത് ഇന്നലെ പദ്ധതി ഉണ്ടായിട്ട് ഇന്ന് രൂപീകരിച്ചൊരു മഴയല്ലല്ലോ. മഴക്കെടുതി ഉണ്ടാവും, ഈ കാലവർഷം വരും എന്നുള്ളതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവർ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സഞ്ചാര സ്വാതന്ത്ര്യം ചെയ്യുന്നുള്ള ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം? 9-ാം വാർഡ് നിവാസികൾ എന്ത് ചെയ്യണം? ഈ ദുരിതം ഇനി മുന്നോട്ട് ഞങ്ങൾ പോകണോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഭരണകർത്താക്കളോട് ചോദിക്കാനുള്ളത്. 3 കിലോമീറ്ററിലധികം വരുന്ന റോഡ് പൂർണ്ണമായും തകർന്നതോടെ 200-ലധികം വരുന്ന കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്കൂൾ കൂടി തുറന്ന സാഹചര്യത്തിൽ സ്കൂൾ ബസ്സുകളും ഇങ്ങോട്ട് സർവീസ് നടത്താത്ത സ്ഥിതിയാണ്. ഇതോടെ 3 കിലോമീറ്ററോളം ദൂരം നടന്ന സ്കൂൾ ബസ്സിൽ കയറേണ്ട സ്ഥിതിയിലാണ് വിദ്യാർത്ഥികൾ. ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം 2.5 കിലോമീറ്ററോളം റോഡ് ലാസ്റ്റ് വരെ. ആ എൻഡിലേക്ക് വണ്ടി വരില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ മെയിൻ റോഡിലാണ് വണ്ടി നിർത്തുള്ളൂ, സ്കൂൾ വണ്ടി. അപ്പോൾ ഞങ്ങളൊക്കെ ഈ മഴക്കെടുതിയിൽ പാടത്ത് കൂടെ അല്ലെങ്കിൽ റോഡിൽ കൂടെ ഈ പിള്ളേരെയും വെച്ച് നടന്നിട്ട് വേണം ഞങ്ങൾ വണ്ടിയിലേക്ക് എത്തിക്കാൻ. എങ്ങനെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിലേക്ക് എത്തിക്കും? അതാണല്ലോ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർക്കടക്കം പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി രൂപീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ജനങ്ങളുടെ നിരന്തര പരാതിയെ തുടർന്ന് കുഴികളിൽ മെറ്റൽ നിരത്തിയെങ്കിലും മഴ ശക്തമായതോടെ മെറ്റലും ഒഴുകിപ്പോയി. മഴ കൂടുതൽ കനത്തതോടെ പൊതുജനങ്ങളുടെ ആശങ്കയും ഏറുകയാണ്. ഓട്ടം വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷ പോലും വരില്ല. മഴ കൂടി കനത്താൽ ഇവിടത്തുകാരുടെ ജീവിതം ദുസ്സഹമാകും. അധികൃതരോടാണ്, പാവങ്ങളാണ്, അവരെ ഇനിയും കൈവിടരുത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഓട്ടോ ഡ്രൈവറായ കോയക്ക പാടിയത് സുഖമുള്ള സന്തോഷമുള്ള ഒരു പ്രണയഗാനത്തിന്റെ ട്യൂണിലാണെങ്കിലും ആ പാട്ട് അത്രയും ദുരിതമാണ്. യാത്രാ ദുരിതത്തിന്റെ പരാതികൾ കേട്ടും സങ്കടം കേട്ടും അത് സ്വയം അനുഭവിച്ചും അങ്ങനെ ഒരു പാട്ട് തന്നെ ചിട്ടപ്പെടുത്തിയെന്ന് ആലോചിക്കുമ്പോൾ എത്ര കാലമായി എത്ര ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് ആ പാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ ഈ പാട്ട് കേൾക്കേണ്ടവർ കേൾക്കണം. വികസനത്തിനായി വെട്ടിപ്പൊളിച്ച റോഡാണിത്. പക്ഷേ വികസനം എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ച് പ്രദേശവാസികളുടെ നടു ഒടിഞ്ഞു. മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു. യാത്രാ ദുരിതം ഇരട്ടിയായി. ഇനിയുമുണ്ട് ഏറെ പ്രതികരണങ്ങൾ മുള്ളൂർക്കരക്കാർ പറയാൻ. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം ഈ വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാം. അറ്റം വരെ പോയി വരുമ്പോഴത്തേനും ശരിക്കും 4 ട്രിപ്പ് പോകാൻ പറ്റില്ല, വന്ന് കിടക്കേണ്ടി വരും. നേരം എടുക്കുമ്പോൾ എഴുന്നേക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ. നടുവേദനകാരണം. കർഷകരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വഴിക്ക് സഞ്ചരിക്കുന്നത്. പാൽവണ്ടിയായിട്ടും സ്കൂട്ടറിലൊക്കെയാണ് ആൾക്കാർ വന്ന് പോകുന്നതും. സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയി വരാനും ഇതിനൊക്കെ. റോഡ് ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് വണ്ടി വിളിക്കാർ വിളിച്ചാൽ വരൂലെന്നൂല ഇനി റോഡ് അതിപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ 1 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് വിവരാവകാശം വെച്ചപ്പോൾ അവിടുന്ന് ഒരു ഫണ്ട് പോലും വന്നിട്ടില്ല, 1 രൂപ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ബൈക്ക് യാത്രക്കാരൊക്കെ വരുമ്പോൾ ഫുള്ള് സ്കിഡായിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് വീണിട്ടും പല ജാതി അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുള്ളൂർക്കരയിലെ 9ാം വാർഡുകാരുടെ ദുരിതമാണിത്. ഒരുപാട് മനുഷ്യർ ആ റോഡിനെ ആശ്രയിക്കുന്നതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും കാണേണ്ടവർ കാണട്ടെ, ഇടപെടാനുള്ള മനസ്സുണ്ടാവട്ടെ ഇനിയെങ്കിലും.